എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ഒളിച്ചോടി പോവുകയാണ്, ഞങ്ങളെ ആരും അന്വേഷിക്കരുത്. ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞാൻ സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ്. ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ് ഈ അനിയത്തി ഒളിച്ചോടി പോകുന്നത്. ചേച്ചിയെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തൊട്ടേ ഞാൻ ചേട്ടനെ നോട്ടം ഇട്ടതായിരുന്നു. ചേട്ടൻ തിരിച്ചു. ഇപ്പോൾ പ്രായപൂർത്തിയായപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ എനിക്ക് ധൈര്യം തന്നു, നമുക്ക് ഒളിച്ചോടി പോകാമെന്ന്. അങ്ങനെയാണ് ചേച്ചിയും ചേച്ചിയുടെ മക്കളെക്കാളും കൂടുതൽ ഞാൻ ചേച്ചിയുടെ ഭർത്താവിനെ സ്നേഹിച്ചു പോയി. എനിക്ക് പിരിയാൻ പറ്റത്തില്ല. ഫെബ്രുവരി 14 ഞങ്ങൾ ഒളിച്ചോടാമെന്ന് തീരുമാനിക്കുന്നത്, വാലന്റൈൻസ് ഡേ അന്ന്. അതുകൊണ്ട് തന്നെ അന്നാണ് പൈങ്കിളി റിലീസാവുന്നത്. അപ്പോൾ പൈങ്കിളി റിലീസാവുമ്പോൾ ഞങ്ങൾ 4 പേര് കൂടുമല്ലോ. അതൊന്ന് കയറി കാണുമ്പോൾ നിങ്ങളും അവിടെ കാണാൻ വന്നു കഴിഞ്ഞാൽ അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞങ്ങളെ നാണം കെടുത്തരുത്. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. പ്രണയകഥയാണല്ലോ പൈങ്കിളിയും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങനെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ട് 4 പേരെ അറിയിക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് മാത്രമല്ല, എനിക്ക് 3-4 പേരെ കാണാനുണ്ട്. പൈങ്കിളി സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ 5 പേർക്കുള്ളതായിപ്പോയി. നമ്മൾ 2 പേരല്ലേ, 3 പേരില്ലേ ബാക്കി. പെണ്ണുപിള്ളേ മക്കളോട് വരട്ടെ. ചേട്ടൻ്റെ ഈ മനസ്സാണ് എന്നെ ചേട്ടനിലേക്ക് ആകർഷിപ്പിച്ചത്. ചേട്ടൻ ഭയങ്കര സ്നേഹമാണ്. ഇതാണ് എൻ്റെ ചേട്ടൻ. ചേച്ചിക്ക് എപ്പോൾ വേണമെങ്കിലും ചേട്ടനെ വന്ന് കാണാം. അതെ, എനിക്ക്